ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട് കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇന്നലെ വന്ന സ്ഥലത്ത് സംഭവം ഞങ്ങൾ ഇവിടുന്ന് പോകാത്തത്, ഞങ്ങളുടെ ബാറ്ററി ഇവിടെ ചാർജിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകാത്തത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഭക്ഷണമൊക്കെ വെച്ച് ഈ ഒരു സ്ഥലത്ത് കൂടി ഇന്ന് വൈകുന്നേരം ആകുമ്പം നമുക്ക് നമ്മുടെ ബാറ്ററി തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായി. അതായത് ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എക്സൈഡിൽ നിന്ന് മാറ്റി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആ പഴയ ബാറ്ററി ചാർജ് ചെയ്ത് കിട്ടും. അത് പറഞ്ഞോട്ടെ. അതായത് നമ്മളെ വണ്ടിയുടെ ഒന്നും കൂടെ നമുക്ക് അവസാനമായിട്ടൊന്ന് വയറിംഗ് ഗേറ്റ് മാറണം. അതേപോലെ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ പ്രശ്നം എനിക്ക് 100% നമ്മുടെ ബാറ്ററി തന്നെ പോയതാണ്. ആ സാധനം അവരെന്തോ സാധനം ഇട്ടിട്ട് ചെക്ക് ചെയ്തിട്ട് അതുകൊണ്ട് എന്തോ സാധനം തന്നെ പേര് പറയുന്നത് എന്തോ പേര് പറയും എന്നാ ആ ബാറ്ററി ചെക്ക് ചെയ്തിട്ട് എന്തോ സാധനം കൂടുതലുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി തരും, കുറച്ചുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി തരും. അതിന്റെ ഷെല്ല് 3 പരിശോധിക്കുമെന്നാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, കുറെ പേര് നജീബിക്കനെ തെറി വിളിക്കുന്നത് കേട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ബോഡി വർക്കാണ് അവിടുന്ന് ചെയ്തത്, ഇലക്ട്രീഷ്യൻ അതേപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക് അല്ല. നമ്മുടെ വണ്ടിക്ക് ഇപ്പം വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വയറിങ്ങിൻ്റെ എവിടെയോ ഒരു ചെറിയ പ്രശ്നമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതായത് മെയിനായിട്ട് AC എന്നുള്ള പ്രശ്നമാണ് വന്നാക്കുന്നത്. അത് നമുക്ക് ഔട്ട്സൈഡ് ഞങ്ങൾ ചെയ്തതാണ്, പക്ഷെ നജീബിക്ക അല്ല അവിടുന്ന് ചെയ്തതല്ല. അപ്പം നിങ്ങൾ വെറുതെ നജീബിക്കനെ തെറി വിളിക്കില്ല, പാവം മനുഷ്യൻ ഉറങ്ങിക്കോട്ടെ അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നവരെല്ലാം പച്ചക്കറി മേടിക്കാൻ അപ്പുറത്തോട്ട് പോയി. അപ്പോൾ ഇന്ന് ഭക്ഷണം വെക്കാനുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കണം, തൊട്ടപ്പുറത്ത് അവർ സാധനങ്ങൾ മേടിക്കണം. നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാം, അതായിരിക്കും നല്ലത്. പച്ചക്കറി മേടിക്കാണ്ട് വന്നാൽ കേട്ടോ, നല്ല ഫ്രഷ് സാധനം കണ്ടോ കിടക്കുന്ന നോക്കി. ഇത് കൂണ് എത്രയാ അണ്ണാ? എത്രയാണ് കൂണ്? 75 45 40 രൂപ 45. എനിക്ക് വേറെ കാര്യമുണ്ട്, എവിടെ ഇവിടെ വന്നാൽ പിന്നെ എല്ലാ സാധനം അവർക്ക് ലാഭമുള്ളൂ, അങ്ങോട്ട് വില കൂട്ടി പറയുകയാണ്. ഭയങ്കര കുറവാണല്ലോ നമ്മുടെ നാട്ടിൽ. എത്രയാണ്? എനിക്ക് പച്ചക്കറി മേടിക്കാം. പച്ചക്കറിയാ ഒരെണ്ണം മതി. ഒന്ന് നമുക്ക് എല്ലാവരും കൂടെ ഒരെണ്ണം മതി. 7 പേരുണ്ട്, 7 പേർക്ക് കൂണ് വേണോ? 3 വേണ്ട, അടിച്ചു പോകും. 3 വേണ്ട അപ്പേ, നാളത്തേക്ക് ഇരിക്കത്തില്ല. അണ്ണാ ഇതിന്റെ തേങ്ങ എത്രയാണ്? തേങ്ങ നമുക്കുണ്ടല്ലോ 35 രൂപ ഒരു പീസ് 55 രൂപ. ഇതെങ്ങനെ സംഭവം അറിയാം, നമ്മുടെ അവിടെ കിലോ ആണ്, ഇവിടെ ഒരു പീസാണ് വില. ബീൻസ് അങ്ങനെ എന്തെങ്കിലും വേണോ? ഇവനെന്നെ തോക്ക് വെച്ച് അടിയാട്ടോ. ഞങ്ങൾ തോക്ക് വെച്ച് വെടി വെക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടിയില്ല. ചവിട്ടുവോ നോക്കിയേ, ഇത് എന്നെ പരിപാടി തന്നെ, സർക്കസോ? ഈ ദീപിച്ചേട്ടൻ വെറുതെ ഇരിക്കുവോ? ദീപിച്ചേട്ടൻ കൊടുക്കുക മെഴുക്കോറ്റ് വെക്കാനാ? ഇതില് എടി മെഴുക്കോറ്റ് വെക്കാൻ ഏതാ നല്ല, അത് മേടിക്കാം. മെഴുക്കോറ്റ് വെക്കാം. നമുക്കറിയില്ല, നിങ്ങളല്ലേ അടുക്കളപ്പണി, നിങ്ങളല്ലേ പെണ്ണുങ്ങൾ അടുക്കളപ്പണി എടുക്കുന്നത്. നമ്മുടെ ഫാദർജി അവിടെ ഓരോന്നായിട്ട് നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളി എന്നൊക്കെ നോക്കിയെടുത്ത് അന്നൊക്കെ ലാസ്റ്റ് ചീഞ്ഞ സാധനം കൊണ്ട് വണ്ടി വരാറുണ്ട്. നല്ല സാധനം നോക്കി എടുക്കുള്ളൂ ഞാനും അപ്പനും. നീ പോയാലാണ് ചീഞ്ഞ സാധനം കിട്ടല്. അതെ ദീപിച്ചേട്ടൻ പിന്നെ എല്ലാത്തിലും സമീപനം പാലിക്കുക, ഒരു കുടുംബകലകം വേണ്ടല്ലോ വിചാരിച്ച്. നമുക്ക് ഉള്ളിയും മറ്റേ നമുക്ക് ഇഞ്ചി നമുക്ക് ഇവിടുന്ന് വാങ്ങാം കേട്ടോ, നല്ല സാധനം. എല്ലാ സാധനവും മേടിക്കാൻ പറയടാ, മമ്മിക്ക് ഭയങ്കര ഇഷ്ടം ചക്കപ്പഴം, നല്ല വരിക്കച്ചക്ക കേട്ടോ, നല്ല മണം മേടിക്കാം. ഇവനെ ഇവിടെ മഴ കുറവായതിന് വെള്ളം ഇറങ്ങി കാണില്ല ചക്കയ്ക്ക്. അമ്മ ചക്ക എന്നാ വില? 4 കിലോ 50 രൂപ. 1/4 കിലോ 50 രൂപ. 1/4 കിലോ കൊടുക്കുക. 1/4 കിലോയ്ക്ക് 50 രൂപ. 250 ഗ്രാമിന് 50 രൂപ. ആ അല്ല എത്ര? 1/4 കിലോ 50 ആണെങ്കിൽ 1/2 കിലോ 100 200 രൂപ കിലോ. എന്താ കണക്ക്? 1/2 കിലോ കൊടുക്കും അമ്മ. കണക്ക് ഞാൻ പുലി കേട്ടോ. ഇതാണോ അതാണ് നല്ല? ഏതാ? സെയിം തന്നെ, ഒരേ സാധനം തന്നെ, ഒരേ ചക്ക തന്നെ ആയാൽ മതിയായിരുന്നു. അല്ല പിന്നെ ഇത് മറ്റേ കുത്തുള്ളവരാണ് വാങ്ങേണ്ടത്. കുത്തുള്ളതാണോ നോക്കി. ഇതൊക്കെ മാറ്റി താങ്കാമ്മ, നമുക്ക് തിരിയും. നമ്മ വന്ന് കേരള കേരളത്തിൽ നമ്മുടെ ചക്ക മരം ഇருக்கு, അപ്പൊ നമുക്ക് ആവശ്യമില്ല. ഇവിടെ കാണുമ്പോൾ നമുക്ക് ആവശ്യം ഇருக்கு.
സാധനം അവന് കഴുകി കൊടുത്ത് അവന് സന്തോഷമായി കേട്ടാ. ഇത് പുഴയാട്ടോ, വല്ല വലിക്കാൻ പഴം കൊള്ളാതെണ്ണാ. അതിലുണ്ടോ നോക്കട്ടെ. ഈ ചക്കക്കുരു തന്ത കണ്ടത് പഴം കൊള്ളാതെ പയ്യ, പഴം കൊള്ളാതെ വേണോടി. നിങ്ങൾക്കില്ല ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു. ഓരോന്നോരോന്നായിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാ ഇപ്പം മേടിക്കാൻ ഉദ്ദേശിച്ചേ? എന്നെ കട്ട് ചെയ്ത് മേടിക്കണം. കുമ്പളങ്ങ ഉണ്ട് നമ്മുടെ അടുത്ത്. മത്തങ്ങ കിടക്കുവാണ്. ഇതെന്നാ മത്തങ്ങ കുമ്പളയിലോട്ട് കിടക്കും. ഇതെന്നാടി? ഇത് അച്ചാറിട്ടാ മേടിക്കും. 3 കിലോ മേടിച്ചു. 3 കിലോ മേടിച്ചു. നമുക്ക് ഇരുന്ന് അച്ചാറിടാം. ആ എടി അഭിരാമി, ഈ ചൗച്ചൗ ഇല്ലേ അഭിരാമി, ഈ ചൗച്ചൗ ഇതും അച്ചാറിട്ട് സൂപ്പറായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തന്നെ ഒരു വെട്ടി ഇഷ്ടമല്ല എന്നും പറഞ്ഞു. അണ്ണാ ഇത് ഫ്രഷ് ലെമൺ ഇരിക്കാം. ഫ്രഷാണ് அண்ணா, ரொம்ப சூப்பரான அண்ணா. ஒரு 10 ரூபாய்க்கு மல்லிச்சப்பு கொடுங்க. 10 ரூபாய்க்கு கறிவேப்பிலை கொடுங்க. எதுக்கு? ரசம் பண்ணால பண்ணானா? பச்சை மிளகாய் நமக்கு ஓடி தின்னுடா. മേടിച്ചോ. മൈക്കിൾ കുറ്റി ആകെ കഴിക്കുന്നത് ഇതൊക്കെയാണ്. ഇന്നലെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചില്ല. ആൾക്കാരെല്ലാവരും വീഡിയോ കാണുമ്പോൾ എല്ലാം കഴിച്ച് കാണിക്കണം. വീഡിയോ ഓഫ് ആകുമ്പോൾ ഒന്നും കഴിച്ചല്ലേ. കൊഞ്ചലാ നോക്കിയേ, കണ്ടോ കൊഞ്ചുവാ. ഏടാ നോക്കിയേ, കാലക്കെട്ട് കാണിക്കുന്ന നോക്കിയേ. ആർക്കോ വേണ്ടി അവൻ നടക്കുന്നത്. ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും മരിച്ചാലോ? എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. നമ്മളല്ലല്ലോ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഞങ്ങളാട്ടോ എല്ലാം നിയന്ത്രിക്കുന്ന. ആരുടെ അഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾ വന്ന് മേടിക്കുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങളുടെ വണ്ടിയൊക്കെ കയറ്റുന്നു. ചിലപ്പോൾ ചീഞ്ഞു പോകും, ചിലപ്പോൾ കിട്ടും. അല്ലാടാ ഇവനെ നമ്മൾ എപ്പോഴും പച്ചക്കറി വേണ്ടി ബേക്കി വെക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ല ചീഞ്ഞ് അവിടെ ഇരിക്കുന്ന കാണാം. യെസ് എടി, വെളുത്ത് ഇത് വലുത് നോക്കി എടുക്കട്ടോ. എന്നാ പൂണ്ട് എത്ര എടുക്കട്ടെ. വരും പൂണ്ട് കേജി. ഇത് പെരുസ്. ഇത് മേടിക്കടി. 150 രൂപ കുറവാട്ടോ. 100 രൂപയുടെ മേടിച്ചാൽ പോരെ ഗൈസ്. ഫൈനലി 415 രൂപ കേട്ടോ. വലിയ പൈസ ആയില്ല കേട്ടോടാ. ഒരാഴ്ച തന്നെ സാധനം കിട്ടിയില്ല എന്നപ്പോ. ഇതെങ്ക ഗൂഗിൾ പേ ഇങ്ങനെ സാധനം മേടിച്ചേട്ടോ. ആമാ ഗൂഗിൾ പേ നമ്പർ തരും. ഗൂഗിൾ പേ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം വെക്കുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലെ കടമ്പ. അതിന് മുന്നാടി മൈക്കിൾ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആണോ അവൻ എന്തെങ്കിലും വാങ്ങിക്കണം, ഇല്ലെങ്കിൽ ആൾ ഉടക്കും കേട്ടോ. ഒരു തമിഴ്നാടൊക്കെ എന്നെ വൃത്തിയാടി നോക്കിയേ. എന്റെ അമ്മോ, ഇവിടെയില്ലേ ഒരു സ്ഥലം നോക്കുക എന്നാ വലിയതായിരിക്കും സിറ്റി. അതുവരെ എത്ര ക്ലീനായിട്ട് അവർ നോക്കുന്നതെന്ന് നോക്കിയേ. 10 കോടി ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്. ആ തമിഴ്നാട് പണ്ടത്തെ തമിഴ്നാട് അല്ല കേട്ടോ. പണ്ട് കുഞ്ഞിലെ നമ്മളിവിടെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഓടയുടെ മണം കേട്ടിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പോലും കേൾക്കുകയല്ല, ഗന്ധം ശ്വസിക്കുകയാണ്. കേൾക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും. ആ സമയത്ത് ഭയങ്കര കൊതുകും ഭയങ്കര മണം. റോഡിലെല്ലാം ചപ്പ് ചവറൊക്കെ കിടന്നിട്ട്. ഒരു പള്ളി നോക്കി, അങ്ങോട്ട് നോക്കി, ഒരു പള്ളി നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇതേ എടാ ഇങ്ങോട്ട് നോക്കണം. എടാ ഒരു കിടിലം പള്ളി. ഇതെന്നോ പള്ളിയാ? ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒരു പള്ളി കാണുന്നത്. ഗൈസ് നോക്കൂ, നമ്മൾ ഇപ്പോഴും ഉള്ളത് കൃഷ്ണഗിരിയുടെ ഉൾഭാഗങ്ങളിലാണ്. നമ്മൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇന്നലത്തെക്കാലം നമുക്ക് ചിക്കൻ റേറ്റ് കുറച്ച് കിട്ടി. അതായത് ഇറച്ചി മാത്രമാണ് കഴിഞ്ഞ സമയത്ത് 240 രൂപയ്ക്കല്ലേ കെ ജി മേടിച്ചത്. സോറി 220 രൂപയ്ക്കാണ് അവസാനം തന്നെ. ഇവിടെ ചിക്കൻ മാത്രമാണ് 180 രൂപയും. നമ്മുടെ നാട്ടിലെ പോലെ ആണെങ്കിൽ 150. അതായത് കോഴി മൊത്തത്തോടെ നമ്മൾ തൂക്കിയെടുക്കുവാണെങ്കിൽ 150 രൂപയ്ക്കും കിട്ടും ഇവിടെ. 1 പോയിന്റ് ഓക്കെ ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് ചിക്കൻ കിട്ടി എന്നല്ല പറഞ്ഞത്, ചിക്കൻ കടച്ചാച്ച്. അതെ, അഭിരാമി കൊച്ചിനുള്ള പാല് മേടിക്കാൻ. എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ട് പോവാം. ആയിക്കോട്ടെ, നമുക്ക് പോവാം. നമ്മൾ പൽദേശി ആചാക്കർ പോടാ. എല്ലാവരും ചോദിച്ചു അമിതിന്റെ മുഖം കാണുന്നു, കാണിച്ചു കൊടുക്കട്ടെ നിന്റെ മുഖം. ഇതാണ് അമിത്. ഒന്നുകൂടി ഇട്ടാ, ഒന്നുകൂടെ മുടിയിരിക്കേ. ഇതാണ് അമിത് കേട്ടോ. ഗൈസ് നമുക്ക് നേരെ വണ്ടി കയറാം, പോടാ. ഗൈസ് നോക്കും, ഫൈനലി ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറി ഭക്ഷണം വെക്കാനുള്ള പരിപാടിയാണ്. ടൗണിൽ നിന്ന് മാറി. ഇത് അത്യാവശ്യം തിരക്കുള്ള ടൗൺ കേട്ടോ. എന്നിട്ട് തിരിച്ചു വരണം. അതായത് നമ്മുടെ ബാറ്ററിയും സാധനങ്ങളും മേടിക്കാൻ വേണ്ടി കേട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ വണ്ടി നിർത്തി. അതായത് നമുക്ക് തണുപ്പ് വേണം,
പ്രകൃതിയുടെ തണുപ്പ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഇതെന്നെ സാധനം എന്നറിയാം പുളിമരത്തിന്റെ അടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സാധനം ഇത്. വണ്ടി ചെരിഞ്ഞ കേട്ടോ കിടക്കുന്നത്. അതും കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ടല്ലേ ചെരിഞ്ഞ് കിടക്കുന്നത്. ഇപ്പുറത്തെ അവിടെയല്ലേ മറ്റേ ഭക്ഷണം വെക്കുന്നത്. ഒന്ന് കയറി നോക്കാൻ പറഞ്ഞ എല്ലാവരും ഒന്ന് നോക്കാൻ പറഞ്ഞേ തീർച്ചേട്ടാ. ഭക്ഷണം വെക്കുമ്പോൾ ചെരുവുണ്ടാവുന്ന അപ്പനോട് നോക്കാൻ പറഞ്ഞേ. എടാ വണ്ടിയേ നിർത്തി ഇങ്ങനെ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെയാ. അപ്പം ബേക്ക് കെട്ടും. ഇല്ല ബേക്ക് കെട്ടും. ഇത് നോക്കിയോ, ഈ സാധനം നോക്കാനെ. ഓ ഇല്ല, ഇത് നിർത്തി ഒരു അടിച്ച് ആ സൈഡിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, അത് മതി. നീ തട്ടുമ്പോൾ പറയണേ. തട്ടും പറഞ്ഞാൽ മതിയോ? അല്ല, തട്ടുന്നതിന് മുന്നേ പറയണ്ടേ. ഗൈസ്, ഇവിടെ അരകല്ല്, മറ്റേ കുത്തിക്കല്ല്, അങ്ങനത്തെ കല്ലുകൾ വിൽക്കുന്ന കട. ഇവനെ കൈയും കൊണ്ട് ഉണ്ടാക്കുന്ന നോക്കിയേ. നമുക്ക് ഓർമ്മ മേടിച്ചാലോ ഇവനെ ചെറുത്ത് നോക്കിയിട്ട്. അമ്മീനെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതൊന്നും കൊള്ളാം, ഇതെന്നാ വില? ഉയരട്ടെ ഇരുളു തകർത്തി സൂര്യൻ വീണ്ടും പാരാകെ എന്റെ നെഞ്ചിലായി നെഞ്ചാകെ നാഗനാളമായി ഉയരുന്നു ഇരുളു തകർത്തി കാലത്തിൻ പാപങ്ങൾ കോപത്തിൽ കത്തിത്തീരുന്നേ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ കല്ലും സാധനമൊക്കെ മേടിച്ച് നമ്മൾ നേരെ വന്നു. എനിക്ക് കുനിയാൻ പാടില്ലെന്ന് അറിയില്ലേ? നിങ്ങളാകുമ്പോൾ എന്നാ ഗൈസ്, ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം എടുക്കണം കേട്ടോ. എന്നാ എന്നാ അത് ഞാൻ എടുക്കൂല, അതൊക്കെ പെണ്ണുങ്ങള്. പിന്നെ നിങ്ങൾ എന്തിനാ വണ്ടിയൊക്കെ അറിയാ? ഞങ്ങള് വേണേലും ഉള്ളി പൊളിച്ചു തരാം. ഞങ്ങള് 4-5 വർഷം ഈ പണി ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും റിലീഫ് വേണ്ടേ? അതെ അതെ അതെ. യൂറോപ്യൻ രാജ്യത്ത് വരെ ഞങ്ങൾ എല്ലാരും നിങ്ങൾക്ക് ഭയങ്കര സുഖമാണല്ലോ പറയുന്നത്. അതെ, ആ സുഖം ഞങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കുന്നു. യൂറോപ്പിൽ വരെ പോയി ഞങ്ങൾ അടുക്കളപ്പണി എടുക്കും. അപ്പം തമിഴത്തോട് കൊടുത്ത് പോയാ പൊക്കോട്ടെ എന്നോ? അപ്പേ കാണാനില്ല. അപ്പേ എൻ്റെ അമ്മയും എൻ്റെ അനിയനും കൂടെ അപരാധം പറഞ്ഞുണ്ടാക്കി എൻ്റെ അപ്പനെതിരെ. അപ്പം തമിഴത്തോട് കൊടുത്ത് പോയത്. ഞാൻ പറഞ്ഞു എൻ്റെ തന്ത ഡീസൻ്റ് ആണ്. എന്നാ പിന്നെ ഇതിനെയൊക്കെ ഇട്ടേച്ച് നേരത്തെ പോകായിരുന്നു. അതെ അതെ, എൻ്റെ അപ്പൻ്റെ അത്ര സൗന്ദര്യം ഇതിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഈ അല്ല എൻ്റെ അപ്പൻ്റെ അത്ര സൗന്ദര്യം, ആ സൗന്ദര്യം എനിക്ക് കിട്ടിയേക്കുന്നുണ്ടോ? കഷണ്ടി നിങ്ങളൊന്നും ഞങ്ങളുടെ ആൾക്കാരല്ല. നിങ്ങൾ അമ്മയും മോനും പൊക്കോ, ഞങ്ങൾ അപ്പനും മത്തം വെച്ചാൽ മത്തനെ പൊളയ്ക്കുള്ളൂ. ഞങ്ങളെ ഭക്ഷണം ഉണ്ടാക്കാണ്ട് പോവാം. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. സമയം പോകുന്നു. അതെന്നാ പാറ. അമ്മേലെ രാവിലെ പാറ എടുക്കുക, പാറ വീഡിയോ എടുക്കാൻ. പാറ നിറച്ചും പാറ വീഡിയോ എടുത്തോ. ഗൈസ് നോക്കൂ, അപ്പുറത്തെ സൈഡിൽ നിന്ന് സാധനങ്ങൾ എടുത്തു. ഇനിയിപ്പോ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് സാധനങ്ങൾ എടുക്കാണ്ട്. അപ്പൊ സംഭവങ്ങളായിട്ട് കേട്ടോ. ഒരു സാധനം വിട്ടുപോലെ എല്ലാം എടുക്കണേ. മൊത്തം ഇങ്ങ് എടുക്കാം. അവസാനം നമുക്ക് മൊത്തം ഇങ്ങ് എടുത്തു വെക്കാം, അത് എളുപ്പം. അല്ല, ഇതങ്ങോട്ട് വെക്കാനാ? മൊത്തം എന്തിനാ അമ്മി കൊണ്ടുവന്നേ? അല്ല, മൊത്തം എടുത്താൽ സൈഡിലോട്ട് വെച്ചിട്ട് അവസാനം ആവശ്യമുള്ള എടുത്താൽ പോരെ. അല്ല, എന്നാ സംഭവം കാറ്റ് അല്ല സംഭവിച്ചു. വീട്ടിൽ ഇവര് ഇറങ്ങും കയറി ഇറങ്ങും. ഞാൻ അപ്പളേ പറഞ്ഞാ 5000 രൂപയുടെ സ്റ്റീൽ പാത്രം ഉണ്ട് ഇത് മൊത്തം. അമ്മേനെയും മോളെയും അപ്പനെയും കൂടെ പാത്രം മേടിക്കാണ്ട് കിട്ടും. ലിവിനാണ് 150 രൂപയ്ക്ക് സാധനം മേടിച്ച് ഞങ്ങള് പരമാവധി പേശി വാങ്ങി. നമ്മുടെ ഈ വണ്ടിയുടെ ഓടാൻ നേരത്ത് ഈ സാധനം വെക്കാൻ പാടില്ല കേട്ടോ. പടപടയെന്ന് കിടന്ന് അടിക്കും. അപ്പോൾ ഇത് ഊരി വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ യാത്ര ചെയ്യാറ് എന്ന് നിങ്ങളെ ഓർപ്പിക്കാനായിട്ടാണ് ഈ സാധനം ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ലൈറ്റ് പിടിക്കും നോക്കിയേ. എൻ്റെ അപ്പം ലൈറ്റ് പിടിക്കും നോക്കിയേ. എൻ്റെ അപ്പനോട് ലൈറ്റ് പിടിക്കടി, ബാക്കി സാധനം എടുത്തോണ്ടാടി. അതേ സമയത്ത് മൈക്കിളും മമ്മി ഇവിടെ കിടക്കുവാണ്. രണ്ടുപേരും ഒരു ശല്യമില്ലാതെ ഇവിടെ കിടന്നോട്ടെ കേട്ടോ. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ചെറുക്കൻ എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങളെ എണ്ണ വരപ്പിക്കും. വേണ്ട, ഓരോന്നായിട്ട് വെക്ക്. പെട്ടെന്ന് പടപടയെന്നായിക്കോട്ടെ കാര്യങ്ങൾ. ഇത് ഏറ്റവും ചെറുതല്ലേ? ഇത് ഏറ്റവും വലുതല്ലേ? ഉള്ളിൽ നിന്ന് ഉള്ള സാധനങ്ങളൊക്കെ എടുക്കും കേട്ടോ. ഞങ്ങൾ പുരുഷന്മാരിവിടെ കല്യാണത്തലേന്ന് നിൽക്കുന്ന പോലെ നിൽക്കുക. പച്ചക്കറി സാധനമൊക്കെ കയ്യിലുണ്ട്. കരിയണം. പുരുഷന്മാർ എന്തിനും പണിയെടുക്കാൻ പണി പെട്ടെന്ന് തീരും. പക്ഷെ അതേ സമയത്ത് ചേച്ചിമാര് പണി അല്ല ഫിനിഷിംഗ് ഉണ്ടായാലും നിങ്ങളെ പോലെ ഞങ്ങൾ കുറ്റം പറയാൻ വേണ്ടി പോകൂല അല്ലേ? പുരുഷന്മാരങ്ങനെ നമ്മൾ നിന്നങ്ങ് ചെയ്യും. ഇവരാകുമ്പം അങ്ങ് അവിടുത്തെ തങ്കമണി അത് ചെയ്തേ. തങ്കമണിയെ ചോദിക്കാം, ഒരു കത്തി തരാമോ? ഇതാണോ എന്റെ കത്തി? ഫൈനലി ഞങ്ങൾക്ക് കത്തി കിട്ടി. ദിവ്യചേട്ടൻ്റെ അമ്മ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ കണ്ണ് നിറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ ഫുള്ള് ഞാൻ ചെത്തി കൊടുത്തു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് മുറിക്കാൻ പറ്റൂല, ചേട്ടൻ ഒന്ന് മുറിക്കാൻ.
ഇരുന്ന് കരയുന്നുണ്ട് മുറിക്കാൻ നീ പറ്റുമല്ലോ. ഇങ്ങനെ തോണ്ടാതെ കയ്യിലായതുവാ. അരിക്ക് തീ കത്തിച്ച് അപ്പുറം കൊണ്ടുപോയത് അത് പോയി. ഞാൻ എന്തായാലും കൂണ് കറിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കട്ടെ. ചേട്ടാ നിങ്ങളെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഈ കാണുന്ന പൂണ്ടില്ലേ, ഇതുണ്ടോ, ഇത് തൊലി പൊളിക്കുക. ചെറിയ പണി നിങ്ങൾക്കുള്ളൂ. ഒരു പ്ലേറ്റ് കൊടുത്തേ. മമ്മി ഏറ്റവും വലിയ പണി നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ല ചേട്ടാ. എനിക്ക് ആ ഉള്ളി ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഞാൻ ഉള്ളി പൊളിക്കാം. ഇന്ന് രാത്രി ഇതിന് പപ്പ എനിക്ക് മറ്റേ സാധനം തരുമോ? അപ്പ കയ്യിലിടുന്നോറാ താ. സ്പൂണൊക്കെ റെഡിയാക്കി ഇതേപോലെ എടുക്കണം. ലിബിനെ നിനക്ക് ഉള്ളി അരിയാം, തക്കാളി അരിയാം. സാധനം കിട്ടിയിരുന്നേ ഇത് താഴെ ഇരിക്കണം, അല്ല നിന്റെ കയ്യിലാരും എടുത്ത് തരുമൊന്നുമില്ല. കട്ടിംഗ് ബോർഡിന് പകരമാണ് ഈ കാണുന്ന പച്ച ഉറകൾ ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പടപടയെന്ന് അരിയാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും എനിക്ക് അരിയാറില്ല, ഞാൻ സൂപ്പർ സ്പീഡിൽ അരിയുന്ന ആളാണ്. കാരണം ഞങ്ങൾ ഷെഫുമാരായിരുന്നു അല്ലേ ലിബിനെ? ഞങ്ങളുടെ പണി നല്ലതും ഫുഡിന്റെ ടേസ്റ്റ് കൂടാതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് പറഞ്ഞു. എന്നെ കാണിക്കുന്നേ മേക്കപ്പ് ചെയ്യുവാണോ അതിനെ? കുറച്ച് മതി കേട്ടോ. അത് കഴിഞ്ഞ് ഇഞ്ചി എന്നാ എത്ര കറിയുണ്ട് പപ്പ? എത്ര സവാള വേണം പപ്പ? മൊത്തം ചിക്കൻ കറിക്കും വേണം, ഇതിനും വേണം, ഊണിനും. 8 സവാളയോ? നീ സവാള അരിയാണ് ഇവിടുന്ന് മാറിയിരിക്കേണ്ടതാണ്. ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ടല്ലോ. ഗൈസ് നോക്കൂ, ലിബിനിവിടെ സവാള അരിഞ്ഞോണ്ടിരിക്കുന്നത്. മടിയിലരിയുക ഉള്ള സ്ഥലം നമ്മള് മാക്സിമം ഉപയോഗിച്ച്. എന്റെ ഒരു ആഗ്രഹം വണ്ടി ഓടുമ്പോ കുക്ക് ചെയ്യണം എന്നുള്ളത്. അത് എന്റെ ആഗ്രഹമാണ്. ഞാൻ കുറെ നാളെ ചെയ്യും. എബിനോട് ചെയ്യാത്ത പണിയില്ല. വണ്ടി ഓടുമ്പോ കുക്ക് ചെയ്യണം അല്ലേ? അതെ. അതേപോലെ ഈ പ്രാവശ്യത്തെ എന്റെ ഏറ്റവും വലിയ അംബീഷനാണ് കില്ലർ കിസ്തോർ ഓടിക്കും. പണിക്ക് ഇറങ്ങുമോ? ഞങ്ങളാണല്ലോ, ഞങ്ങൾ സമ്മതിച്ചല്ലോ. അതെ, ഞങ്ങൾക്ക് വട്ടാണേ വട്ട്, ഭ്രാന്താണ് ഭ്രാന്ത് അല്ലേടി? ഗൈസ് നോക്കൂ, ഓരോന്നോരോന്നിട്ട് അരിഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ട് ഇനി അടുത്ത് തന്നെ ദിവചേട്ടൻ അരിയാൻ കൊടുക്കുക. ദിവചേട്ടൻ്റെ അമ്മ ഇത് കണ്ട് കണ്ണുനീര്. ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നവരൊക്കെ ദിവചേട്ടൻ്റെ ചേച്ചിയായിരിക്കും. ഗൈസ് ചട്ടി വെച്ചേട്ടാ, വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഉരുളിക്കകത്തോട്ട്. ഇത് എന്തിനാപ്പ? പാവയ്ക്കല്ല. ഗൈസ് നോക്കൂ, അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറി ആട്ടോ. നീ ഇവിടെ എന്തിനാ ഞങ്ങൾ അരിഞ്ഞ സാധനം വീണ്ടും അരിയുന്ന അഭിരാമി? എന്നത്? ഓ ലിബിന് അരിഞ്ഞ സാധനമാണ്. ഓ നൈസായിട്ട് അവളെ പടത്തേക്ക് വെച്ച് കൊടുത്തില്ല. ഞാൻ പടത്തേക്ക് വെച്ചല്ലോ, എൻ്റെ അടുത്ത് എടുത്തിട്ട് പോയതാ. ഉള്ളി പൊളിച്ചല്ലോ, ഇനി അരിയാൻ എളുപ്പമല്ലേ? എന്നെ പറ്റിച്ചതാ. ഞാൻ പൊട്ടനായതുകൊണ്ട് എല്ലാം തലയാട്ടി. അതായത് നമ്മുടെ കൂണൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കേട്ടോ. ഇവിടെ പപ്പയ്ക്കുള്ള പാവയ്ക്കാൻ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കി. അങ്ങനെയുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇനി വൃത്തിയാക്കി. അയ്യോ ഇവിടുന്ന് വേസ്റ്റ് ഇടല്ലേ? എല്ലാം ഡസ്റ്റ്ബിൻ എന്തിയേ? ഡസ്റ്റ്ബിനിലിടാ. ഡസ്റ്റ്ബിനിലിടല്ലോ. വൃത്തിയാക്കുക, ഇവിടെയൊക്കെ വൃത്തിയാക്കുക. ഗൈസ് നമ്മുടെ എണ്ണ ചൂടായി. ദേ നമ്മുടെ ഒന്നാന്തരം കടുക്. ഇതിനി അങ്ങോട്ട് കിട്ടാൻ പാടാ കേട്ടോ. ആ കടുക് കിട്ടുമല്ലേ? മസ്റ്റാർഡ് കിട്ടും. മസ്റ്റാർഡ് എല്ലായിടത്തും കിട്ടുമനെ. എടി ഇതിനകത്ത് നിങ്ങൾ പച്ചമുളക് മാത്രമേ ഇടാത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇടുന്നുണ്ടോ? ഈ പച്ചമുളക് തന്നെ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചു കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് ഈ പച്ചമുളക് നമ്മൾ എല്ലാത്തിനും ഒഴിവാക്കുന്നത്. ഇതാണോ ചിക്കൻ കറിക്കുള്ള സവോള? ആകെ ഇത്രേ ഉള്ളൂ. അതിനകത്ത് ഇഞ്ചി അരിഞ്ഞിട്ടില്ല, ഇഞ്ചി അരിയണോ? ദേ അണ്ണൻ്റെ സ്പീഡൊന്നും ഇവർക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് പടപടപടപടേന്ന് പറഞ്ഞ് അരിഞ്ഞ് ആ കടുക് പൊട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഈ ഉള്ളി അരിഞ്ഞ് കയറ്റും. അപ്പോൾ ഇത്രയും ചിക്കൻ ഉണ്ട്, അതിൻ്റെ 2.5 കിലോ ചിക്കൻ. അതിനാ അയ്യോ ഗൈസ് നോക്കൂ, നമ്മുടെ ഇതിലേക്ക് നമ്മൾ സവോളയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ വണ്ടിയിൽ ആദ്യമായിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. ഞാനും ലിബിനുമാണ് സാധാരണ കുക്ക് ചെയ്യേണ്ടത്. ഞങ്ങൾ പിന്നെ ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് വേണ്ടി വിട്ടുകൊടുത്തു അല്ലേ ലിബിനെ? 5-6 വർഷം നമ്മൾ ഈ തൊഴിൽ ചെയ്തുകൊണ്ടല്ലേടാ എബിനെ? നമ്മൾ ചെയ്ത് കിച്ചൻ്റെ അകത്ത് പെരുമാറിയ പോലെ ഇവർ ചെയ്യുവോ? അറിയോ? 1/2 മണിക്കൂർ കൊണ്ട് ഭക്ഷണം അടിച്ചിറക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇവിടെ സാധനം ഇല്ലെങ്കിൽ ഞങ്ങൾ സാധനം ഉള്ളത് ഉണ്ടാക്കും ഞങ്ങൾ. അതെ ഗൈസ്, എല്ലാം ഇട്ടായിരുന്നു. നല്ല പച്ച കരിയാപ്പില ഇടാൻ മറന്നു കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വരണ്ട് കിട്ടും കേട്ടോ. ഞാനല്ല കറി വെക്കുന്നത്, ഞാൻ വെറുതെ ഇവരെ സഹായിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ തന്നെയാണ് കറി വെക്കുന്നത് കേട്ടോ. എന്നെ എടുക്കും അടി അവരാമി? പച്ചമുളകാ? പറ്റൽമുളക് ഉണ്ടോ ഇട്ട് ഇച്ചിരി തരാൻ വേണ്ടി? നല്ല രസമായിരിക്കും. ഞാൻ പച്ചമുളക് 2 അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ലൈവിൽ മുറിച്ചിടാം. ഗൈസ് ഈ വണ്ടിയിലുള്ള എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇഞ്ചിയോ എല്ലാം പണിയാട്ടോ. അതുകൊണ്ട് ലൈവായിട്ട് ഞാൻ ഇതേപോലെ മുറിച്ചിടും. അയ്യോ എൻ്റെ കയ്യും പൊള്ളി. ഷോ ഇങ്ങനെ തന്നെ ഇടാം അല്ലേ?
മറ്റേപ്പാട് കട്ട് ചെയ്യുന്ന ഇപ്പോൾ ബിരിയാണി അല്ലല്ല നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന. ഇച്ചിരി ഉപ്പ് കിട്ടടി ഇതിൻ്റെ അകത്ത്. ഇത്രയും വലിയ തവിയൊന്നും വേണ്ട ബിരിയാണി. കൊച്ചു തവി എടുത്തു. പപ്പേ പപ്പേ ഒരു കൊച്ചു തവി എടുത്തു പപ്പേ. ദീപചേട്ടൻ എന്നെ പറ്റിച്ച് ഈ സാധനം തിന്നു കഴിഞ്ഞാൽ വയറും നല്ലാന്ന് പറഞ്ഞ് നിൽക്കത്തില്ല. അതെ അതെ പുള്ളി പറഞ്ഞ കറക്റ്റാ. വെളുത്തുള്ളി പച്ചക്ക് തിന്നുന്നത് ഭയങ്കര നല്ല. നമ്മുടെ പിന്നെ കൂണ് കഴുകി വൃത്തിയാക്കുക കേട്ടോ. അതായത് എന്തിട്ടല്ലേ പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ ആ മഞ്ഞപ്പൊടി മൊത്തം അട്രാക്ട് ചെയ്തോളും. അതെ നമുക്ക് ദേഹത്തൊന്നും കേൾക്കൂല. കഴിച്ച് നോക്കൂ. അതായത് നമ്മുടെ ഈ കൂണിനുള്ള മിസമ്പിൾ കേട്ടോ. ഈ കാണുന്ന സവോളയും ഇഞ്ചിയും പിന്നെ ഈ കാണുന്ന പച്ചമുളകും സാധനങ്ങളൊക്കെ ഇത് നമുക്ക് ആ പാത്രത്തിൽ ഇത് വാട്ടിയിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് കൂണ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതെല്ലാം ഞാൻ പടപടേന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ലിവിനെ നീ അങ്കത്തട്ടിലേക്ക് ഇറങ്ങേണ്ട സമയമായി. ശിഷ്യൻ ഇറങ്ങിക്കോ. എങ്ങോട്ടാ ഇറങ്ങണ്ട? ലിവിൻ പണിയെടുക്കാതെ മുങ്ങാൻ നോക്കിയതാ. അതെ പാത്രം അതെന്തിനാ അതിൻ്റെ അകത്തോട്ട് ഇടുന്നത്? നമ്പർ 1 ഗൈസ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലെ പെട്രോൾ പോലീസാട്ടോ. പെട്രോൾ പമ്പിൽ ഇപ്പം പോലീസായോ? പെട്രോൾ പോലീസാടാ നമ്മുടെ നാട്ടിലെ പോലത്തെ ടവേര. ഹൈവേ പോലീസ് അല്ലേ? അതായത് അവരവിടെ പെട്രോൾ നടത്തും. ചിലപ്പോൾ അവരിങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. 500 പോവായിരിക്കും ചിലപ്പോൾ. നമ്മുടെ തമിഴ്നാട് പോലീസൊക്കെ മാറി ദിവചേട്ടാ ഡീൽ ചെയ്യണേ ദിവചേട്ടാ. അന്ത വളിയിലെ അല്ലേ നമ്മ വേറെ വളിയിലെ വന്നിട്ട് തേങ്ങ ചിരണ്ടു കേട്ടോ. അതായത് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി അപ്പൻ ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടിയുള്ള തേങ്ങ നല്ല ഒന്നാന്തരം തേങ്ങ. നമ്മളൊരു 50 കിലോ തേങ്ങ ഉണ്ടല്ലോ ലേഡി അഭിരാമി. 50 ഒന്നുമല്ല, അതിന്റെ മേളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എത്ര 35 രൂപ ഒരു തേങ്ങയ്ക്ക്. ഗൈസ് നമ്മുടെ കൂണിന് വേണ്ടിയുള്ള കടുക് പൊട്ടിക്കുക കേട്ടോ. കൂൺ മസാല ഇതിൻ്റെ പേരാണ് കൂൺ മസാല കേട്ടോ. ഇതെങ്ങനെയാണ് തീ കൂട്ടുന്നത്? അത് തീ കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ അടുക്കള കയറാത്തതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. നമ്മൾ കയറുവാണെങ്കിൽ നിന്നോട് ചോദിക്കില്ല. ചിക്കൻ ദിവ്യൻ്റെ കയ്യിൽ തന്നായിരുന്നു ഒരു കറുത്ത കൂട്. അതെ അല്ലെന്ന് പറയല്ലേ. അവിടുന്ന് അങ്ങോട്ട് നോക്കിയേ അമ്മ. ചിക്കൻ എന്ത് അമ്മ? ഇങ്ങോട്ട് കൂടി. ഗൈസ് നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാല ഇടുക കേട്ടോ. എല്ലാ മസാല ഇട്ടുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഇതുണ്ടോ ഇന്ത സൈഡില് നല്ല ഒന്നാന്തരം കൂണിനുള്ള മസാല ഇടാൻ വേണ്ടി നല്ല മസാല ഇടേ. മസാല നമ്മുടെ ചിക്കൻ കഴുകാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മൾ മേടിച്ച സാധനം നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മുടെ ചിക്കൻ കഴുകിയെടുക്കണം കേട്ടോ. നല്ല സെറ്റപ്പ് ആവുള്ളൂ. ഇവർ നമ്മുടെ അവിടെ ഉള്ളവർ വെട്ടുന്ന പോലെ അല്ലെ പറിക്കുന്ന പോലെ ഇവർ പറിച്ചാൽ ശരിയാവില്ല. അല്ലല്ലോ ഇവനെ ചിക്കനെ എന്തായാലും ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് തോലില്ലേ, കപ്പുള്ള പോലെ തൊലിയുള്ള പോലെ കഴിക്കുന്നത്. നമ്മുടെ ആൾക്കാർ മാത്രമാണ് ഈ തൊലി എടുത്തിട്ട് കഴിക്കുന്നത്. ഗൈസ് സത്യം പറഞ്ഞാൽ ഇത്രയും പേർക്ക് ഈ കിച്ചണിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരാൾ 2 ആൾ മാക്സിമം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പരിപാടി മൊത്തം പാളും. അവിടെ ചിക്കൻ കറിക്കുള്ളത് ചോറ് മെഴുക്കുവരട്ടി ഇനിയും കൂണും രസവും അത്രയും കൂടെ ഉണ്ടാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാലറ്ററി എടുക്കാണ്ട് പോകുന്നത്. അയാൾ ഇന്ന് തുറന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കുന്നത് പിന്നെ നമുക്ക് ഈ കുക്കറിനകത്ത് രസം ഉണ്ടാക്കാം. രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറിന് നല്ലതായിരിക്കും അല്ലേ ഇവനെ. അത് സൗത്ത് ഇന്ത്യയിൽ ആകെയുള്ളൊരു സൂപ്പിലൊരു സൂപ്പാണ് രസം അല്ലേ. പിന്നെ ഇത് വഴിതിരിച്ച് ഇതിൻ്റെ അത് മുരിങ്ങക്കോൽ ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങക്കോൽ രസം, തക്കാളി ഇട്ട തക്കാളി രസം, അങ്ങനെ വഴിവരിച്ച് പേര് കുറേ മാറിയിട്ടുണ്ട്. രസം അല്ല മറ്റേ വട ഇട്ട് മറ്റേ ഇത് പരിപ്പട ഇടാ പിന്നെ രസവട. പൈസ നമ്മുടെ രസം വെക്കാൻ വേണ്ടി പോവാണ്. അടുത്തോ രസമാണ് നമ്മുടെ പരിപാടി. ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിക്കൻ കറി, നടുക്ക് രസം, കൂണ്, ഇനിയിപ്പോൾ പാവയ്ക്കും കൂടെ റെഡി ആവുന്നുണ്ട്. അതെ ഇതിലേക്കല്ല. എൻ്റെ അമ്മേ എൻ്റെ കറി മൊത്തം പാടിയാനിപ്പോൾ. തക്കാളി പിന്നെ എല്ലാം ഇട്ടോ പടപടന്ന് ഇട്ടോ. രസം മസ്റ്റാട്ടോ ഞങ്ങൾക്ക്. പിന്നെ കരിയാപ്പല, പിന്നെ 2ആയിട്ട് കീറിയ പിന്നെ പച്ചമുളക് ഒരു 4 പിന്നെ ഇടുന്നത് ലാസ്റ്റ് ഇടുന്നതാണ് നമ്മുടെ മല്ലിയില. കഴിഞ്ഞില്ല. ഇത് നല്ലോണം ഇളക്കണം. അതായത് നമ്മുടെ ഭക്ഷണം റെഡിയായി. പാവയ്ക്ക, ഇതേ ചിക്കൻ കറി, റൈസ്, ഇതേ നല്ല ഒന്നാന്തരം റേഷനരി, പുളിക്കുളമ്പല്ല രസം. തിങ്ങിപ്പോട്ടെ പൊടി. ഇത് വന്ന് മറ്റേ ഇത് കൂണ്, കൂണ് മസാല. തമിഴ് എനിക്ക് தெரியாது. ഇത്
രസം, വെങ്കായ രസം. അപ്പം ഇത്രയും സാധനം ഉള്ളതുകൊണ്ട് ഇന്ന് അച്ചാറൊന്നും എടുക്കണ്ട കേട്ടോ പപ്പേ. പപ്പേ ഇത്രയും സാധനമുണ്ട്, അച്ചാറും മീനും അങ്ങനെ സാധനങ്ങളും എടുക്കണം. അത്ര സാധനം ഉണ്ട്. അല്ല നമ്മളിന്ന് വീട്ടിൽ വിട്ട് വാങ്ങിയിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടി. അച്ചാറുള്ള സാധനങ്ങളെല്ലാം മേടിച്ചപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. വാ എല്ലാവരും ദീപിച്ചേട്ടനൊക്കെ വിളി. ആ പപ്പ എനിക്ക് വേണ്ട തവി സാധനങ്ങളൊക്കെ എടുത്തു തന്നത്. എടുക്കെടുക്ക്, സാധനങ്ങൾ എടുക്കുക, തവി എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക. അപ്പൊ തവി തരാൻ പറ പപ്പേ. റേഷനരി, ഈ റേഷനരിക്ക് ഏറ്റവും കോമ്പറ്റീഷൻ ആ രസമാണ്. രസമല്ല ഈ ചോറ് തിന്നാൻ വേണ്ടി ദൂരെ വേണം കഴിക്കാൻ പറ്റും. ഇതുണ്ടോ, ഇതങ്ങനെ ഇട്ടിട്ട് ഒരു ഇച്ചിരി മസാല, കൂൺ മസാല ഇത്ര മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതുണ്ടോ രസം, അതുണ്ടോ രസം എടുക്കാനായിട്ടില്ല കേട്ടോ. ഇനി അപ്പൻ്റെ പാവയ്ക്ക, അപ്പന് കോഴി കഴിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് അപ്പൻ്റെ ഒരു ഇച്ചിരി പാവയ്ക്ക ഒരു അല്പം കേട്ടോ, പണി കേട്ടോ. അപ്പം കോഴി ഇണ്ടാക്കല്ലേ കേട്ടോ അപ്പാ. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നല്ല ചോറും നല്ല കൂണ് കറിയും നല്ല ചിക്കൻ കറിയും അടിപൊളി രസം. എങ്ങനെയുണ്ട് ദീപിച്ചേട്ടാ? രണ്ടു വാക്കുള്ളൂ, അടിപൊളിയാ. അല്ല അപ്പനാണ് വെച്ചത് അല്ലേ? ഇത് അപ്പനല്ലേ ഇന്ന് വെച്ചേ? അപ്പനിൻ്റെ അകത്ത് പോയത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പാ അപ്പനെവിടെ പോയി? എല്ലാവർക്കും ഇഞ്ചി അച്ചാർ കൊണ്ടുവന്നു കേട്ടോ. ഇഞ്ചി അച്ചാറാ? ഇഞ്ചി അച്ചാറ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ കഴിക്കുന്നത്. ഇങ്ങനെ തൊട്ട് കഴിച്ചിട്ടില്ല. ഇന്നലെ നമ്മൾ തമിഴന്മാരെ മേടിച്ചായിരുന്നല്ലോ. അത് നമ്മൾ തന്നെ ഉള്ളി അച്ചാറും പൂണ്ടച്ചാറും മേടിച്ചേ. അതെ അല്ലേ? ആ രസമുണ്ട് കേട്ടോ ഇഞ്ചി അച്ചാറ്. ഇനിയുണ്ടല്ലോ, ഇനി നമുക്കൊരു 120 കിലോമീറ്ററും കൂടി ഓടിക്കാൻ നമ്മൾ ലക്ഷ്യമെത്തി. എവിടെ? വെള്ളൂർ. അവിടെ നേരെ തമിഴ് ആന്ധ്ര. ഓ ഗായ്സ്, നമ്മൾ നേരത്തെ ഇവിടെ വന്ന് നിർത്തി, നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ബാറ്ററി ഷോപ്പിലോട്ട് പോവാം. അവിടെ നേരെ ബാറ്ററി വാങ്ങണം. പക്ഷേ അവരെ നമ്മൾ വിളിച്ചു, അവർ പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ഇന്ന് ആ ഷോപ്പ് അവധിയാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും അയാളെ വിളിച്ചിട്ട് സംഭവം തുറന്നിട്ട് നമുക്ക് ബാറ്ററി സെറ്റാക്കിയിട്ട് ഇന്ന് ഇവിടുന്ന് പോകണം. അല്ലേ ഇവനെ? പോവാം. ഫൈനലി നമ്മൾ വണ്ടി എടുക്കും കേട്ടോ. ഭയങ്കര കുരങ്ങൻ്റെ ശല്യം, ഒരു രക്ഷയില്ല. ഇതുണ്ട് തൊട്ടപ്പുറത്ത് പോലീസ് എടുക്കുന്നുണ്ടോ? ആ പോലീസുകാർ ഞങ്ങൾ പറയാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം, ഞങ്ങൾക്ക് ചെക്കിങ്ങിൽ ആളെ പിടിക്കാനുള്ളതാണ്. നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. നമ്മളെ ഈ തമിഴ്നാട്ടിൽ മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ വണ്ടി കയറ്റം ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വണ്ടി ഒതുക്കി അങ്ങനെ കിടക്കാൻ പോവുകയാണ്. ഞങ്ങൾ സ്ഥിരം ചൂസ് ചെയ്യുന്ന പമ്പ് നയാര, HP, അതേപോലെ തന്നെ റിലയൻസ്. ഇതിലേതൊന്നും കിട്ടിയില്ല ഇന്ത്യൻ ഓയിൽ. അതെ, ഇല്ല പിന്നെ റോഡിൻ്റെ സൈഡ് ഗൈസ് നോക്കുക. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉള്ളതാണ്. കോമ്പറ്റീഷൻ നടത്താണ്ട് ചീട്ട് കളി, അതിന് ശേഷം കഴുത് കളി, അതിന് ശേഷം കിടക്കണം. പക്ഷെ ഇവിടെ മെച്ചിങ്. പിന്നെ അതേപോലെ തന്നെ ഈ HP മാത്രമേ ഇതുപോലെ സെപ്പറേറ്റ് സുഖം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് സുഖം എന്ന് എഴുതി അവർ സംഭവം സെറ്റപ്പ് ചെയ്ത് വെച്ചത്. സുഖം തന്നെ അല്ലേ? ക്ലീൻ ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ, ബ്യൂട്ടിഫുൾ ഇന്ത്യ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവുകയാണ്. നാളെ നമുക്ക് രാവിലെ പോയിട്ട് നമ്മുടെ ബാറ്ററി എടുക്കണം. ഇന്ന് ആ കവലേനെ ഞങ്ങൾ വിളിച്ചതാണ്. ആ കവല ഇന്ന് പറഞ്ഞു നാളെ തരാൻ പറ്റുള്ളൂ. കംപ്ലൈന്റ് ആണോ എൻ്റെ പ്രാർത്ഥന? പുതിയ ബാറ്ററി കിട്ടട്ടെ. അതെ, അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് നമുക്ക് പുതിയ ബാറ്ററി മേടിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ വണ്ടിയിലേക്ക് പോകാൻ വേണ്ടി പോവാട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയിൽ ചാർജ് കുറയുന്നുണ്ട്, ഇൻവെർട്ടർ വർക്കാവുന്നില്ല. അത് എനിക്ക് തോന്നി ഇച്ചിരി ഇൻവെർട്ടറും കൂടെ ഇച്ചിരി വലിയതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു. അതുകൊണ്ട് ജനറേറ്റ് അടിക്കാൻ പോകണം. ഇത് ഞാൻ ഈ പ്രാവശ്യം യാത്രയ്ക്ക് വേണ്ടി മേടിച്ച ഫിലിപ്സിൻ്റെ എൻ്റെ ടോർച്ചാണ്. 2500. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, കറക്റ്റ് ഈ വണ്ടിയുടെ ബോഡിയിലേക്ക് നോക്കി കേട്ടോ. എൻ്റെ പവർ കണ്ടോ? കണ്ണടിച്ച് കണ്ടോ? ഇങ്ങോട്ട് നോക്കി, എൻ്റെ സൂമിങ് ഉണ്ടോ? ഇത് കണ്ടോ എന്തോരം ദൂരം പോകുന്ന നോക്കി, അങ്ങ് നോക്കിയേ, ഇത് നോക്കിയേ. ഇതുകൊണ്ട് 1 കിലോമീറ്റർ അടുത്തെങ്ങാനും ഇതേ ഞാനിവിടെ വന്ന എന്തിനാന്ന് ചോദിച്ചാൽ ജനറേറ്റർ അടിക്കാൻ വേണ്ടിയാണ്. ഇല്ലാത്ത 1 ലിറ്റർ ഉണ്ടോടാ? ഉണ്ടാവും, എന്തായാലും ഉണ്ട്. അത് മേടിക്കണം ഇച്ചിരി. നോക്കാം, ഇവിടെ പോകുന്നു നോക്കാം. മേടിക്കാതെ പുള്ളി കറണ്ട് വന്നില്ലേ? മേടിച്ചാലോ? വേണ്ട 2 ലിറ്റർ കുറവാ. ഓഫാകുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പം വേറെ ഒഴിക്കാം. ഓഫാകുന്ന അത്ര നല്ലതല്ലോ കേട്ടോ. കറക്റ്റേക്കും അന്ന് നമ്മൾ നേരത്തെ ഓഫാക്കിയില്ലടാ കഴിഞ്ഞ ദിവസം. അപ്പോൾ 2 ലിറ്റർ ഉണ്ട്. ബാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അതായത് ഇവിടെ ഇവരൊക്കെ കിടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതെ, കുളിച്ചപ്പോ എന്ത് സുഖമല്ലേ? അയ്യോ ഗൈസ്, ഞങ്ങൾക്കിനി കുളിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഇത് താഴെ വിരിക്കുന്നത്, ഇത് പുതയ്ക്കുന്നത്. അപ്പോൾ ഇവരുടെ കിടക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പപ്പ ഇവിടെ സീരിയൽ കണ്ട് വിഷമിച്ചിരിക്കുക. ഇന്ന് ഏതോ അമ്മായിമ്മ ഏതോ മരുമോളോട് എന്തോ പറഞ്ഞു. എന്നാ ഇപ്പൊ പറഞ്ഞ
അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള പരിപാടി ആടിനെ കെട്ടാൻ കയറില്ല, അത് കാരണം അടുത്ത എപ്പിസോഡിൽ മാറ്റി വെച്ചു. എന്നാ ആടിനെ കെട്ടാൻ കയറില്ല, എപ്പിസോഡ് മാറ്റി വെച്ചു. ആടിനെ കെട്ടാൻ കയറില്ല. എന്നാ ചീട്ടുന്ന ഇത് എന്നാ എന്നാ എല്ലാ ദിവസവും ഇതിൻ്റെ അകത്താ പരിപാടി. എന്നാ ഞങ്ങൾ ചീട്ടിടാൻ പോവാണ്. ആസിട്ടു, ഗുലാനിട്ടു, നീ ചെയ്തിട്ടു 9 ഇട്ടു. അപ്പൊ ഞാൻ ഇനി അപ്പുറം ഇരിക്കണ്ടേ. ഷോ, ഡ്രൈവിംഗ് സീറ്റിലേക്ക് പ്രൊമോഷൻ കിട്ടി. എൻ്റെ അമ്മച്ചി ഒരു നല്ല ഗെയിമായിരിക്കണേ, തോറ്റു തുന്നം പാടരുതേ. കൈസിനി കളിച്ചിട്ട് കാണാട്ടോ. അമിത് തന്നെ ഇതിന് വെട്ടി തിരിച്ചടിക്കും. നിന്നെ പിടിപ്പിക്കും. ലിബിനിട്ട് നീ ആസിട്ട്, ഡയമണ്ട് ആസിട്ട്. പപ്പ കളിക്കുന്നുണ്ടോ? മമ്മി ആകെ പെട്ടു കേട്ടോ. ഷിംഷിം വെച്ചോണ്ടിരിക്കുന്നവിടെ. ഇതാണ് പറയുന്നത് അതിബുദ്ധിയുള്ളവൻ. എന്നാ കൊണ്ടുപോ. അവൻ എനിക്ക് തന്ന ആസം നിനക്ക് തന്നു. നിന്റെ ബുദ്ധിക്കളിയല്ലേ. ആദ്യം നീ ഡയമണ്ട് ഇറക്കിയായിരുന്നെങ്കിലോ. കൈസ് എൻ്റെ ഭാര്യ നോക്കിയേ, തറ തുടയ്ക്കുന്ന നോക്കിയേ. അയ്യോ, ഇനി ആരും അവിടെ ചവിട്ടില്ല കേട്ടോ. എൻ്റെ ഭാര്യയുടെ പളവളാന്നിരിക്കുന്ന കൈയെല്ലാം കരിങ്കല്ലായി മാറും. ഇട്ടോ അഭിരാമി ആടിന് കയറി കിട്ടില്ല, എപ്പിസോഡ് മാറ്റി വേറെ ഇന്ന് നിങ്ങൾ കാണണ്ട. അപ്പനിന്ന് ആടിന് കയറി കിട്ടിയില്ല. ഓ, അതിന്റെ ഇടയ്ക്ക് അമ്മായിമ്മയുടെ കിണുതാപ്പ്. നിങ്ങൾ രണ്ടും ഒന്നായോ? എടി ആ വാക്കം വെച്ച് വലിക്കടി അഭിരാമി. അതായത് അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ട് കളി തുടങ്ങി. അതിലേതാ ഫാദർജീനെ കൂട്ടി, ദീപുചേട്ടൻ ആസിട്ടു, അപ്പൻ ക്യൂ ഇട്ടു, ലിവിന് 9 ഇട്ടു. അപ്പോൾ ഞാൻ എന്തിടും? നമ്മുടെ ദീപുചേട്ടനല്ലേ, ഒട്ടും കുറയ്ക്കാൻ പാടില്ല കേട്ടാ. ഒരു ഡയമണ്ട് ആസ് തന്നെ കൊടുത്തേക്കാം. എടുത്തോ കേട്ടല്ല. ഇത് അമിത്തിട്. മൈക്കിൾ JCB കളിച്ചു കേട്ടോ. മണ്ണ് മാന്താൻ വേണ്ടി ശ്രമിക്കുക. രാത്രിയിലാണ് മൈക്കിളിൻ്റെ കളി മൊത്തം. എത്ര കളിപ്പാട്ടം എടുത്തായിരുന്നു മൈക്കിളിൻ്റെ? ഗൈസ്, ഞങ്ങളുടെ ചീട്ടുകളി സ്ഥലം മൈക്കിൾ JCB കളിക്കാൻ എടുത്തു കേട്ടോ. മൈക്കിളെ ലിബിനിട്ട്. അമിത് 3 ഇട്ടു. വെട്ട് തന്നെ എത്രയാ? എന്നാ